ഇന്ന് 1 കിലോ വെയിറ്റ് വരുന്നത് ചോക്ലേറ്റ് കേക്കാണ് കേട്ടോ. അപ്പോൾ ഇതൊരു കസ്റ്റമൈസ്ഡ് കേക്കാണ്. നമ്മളിതിൽ ഫുള്ളായിട്ട് ചോക്ലേറ്റ് കൊണ്ടാണ് കേട്ടോ ഇത് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു 250 ഗ്രാം മിൽക്ക് അമൗണ്ട് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 250 ഗ്രാമിൽ ഡാർക്ക് അമൗണ്ട് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ 250 ഗ്രാമിൽ തന്നെയാണ് നമ്മൾ വിപ്പിംഗ് ക്രീമും എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ ഒന്ന് മെൽറ്റാക്കി എടുക്കുന്നുണ്ട്. ഇതൊന്ന് ഒരു 8-10 മണിക്കൂറോളം വെളിയിൽ തന്നെ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു ക്രീമി കൺസിസ്റ്റൻസി ആവും കേട്ടോ. അത് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിതൊന്ന് ഫിനിഷ് ചെയ്തെടുക്കുന്നത്. ഈ കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്നത് ഈ ഒരു ഗണാഷ് വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതിന് ഒരു കേക്ക് ഫുള്ളായിട്ട് കവർ ചെയ്യുന്ന രീതിക്കുള്ള ഗണാഷാണ് കേട്ടോ നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. 4 മുട്ട ഉപയോഗിച്ചാണ് കേട്ടോ നമ്മൾ ഈ കേക്കിന് വേണ്ടിയിട്ട് സ്പഞ്ച് ബേക്ക് ചെയ്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് കേട്ടോ ബേക്ക് ചെയ്തിട്ടുള്ളത്. നമ്മളിതിനകത്ത് വേറെ ക്രീം ഒന്നും യൂസ് ചെയ്യുന്നില്ല കേട്ടോ. നമ്മൾ ഗണാഷ് ഉണ്ടാക്കാൻ മാത്രമേ ക്രീം യൂസ് ചെയ്തിട്ടുള്ളായിരുന്നു. ഓരോ ലെയറിലും ഇതുപോലെ ചോക്ലേറ്റ് ഗണാഷാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഒരുപാട് അങ്ങ് കൊടുക്കണ്ട, കാരണം ചോക്ലേറ്റിൻ്റെ ഒരു കുത്തൽ വരും കേട്ടോ. അപ്പോൾ അത് ഇതുപോലൊരു ലൈറ്റ് ആയിട്ട് ലെയർ മാത്രമേ കൊടുക്കുന്നുള്ളൂ. പിന്നെ ഫില്ലിങ്സ് ആയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം കേട്ടോ. ഞാൻ കുറച്ച് കാഷ്യൂസാണ് ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. അങ്ങനെ ഇവിടെ 3 ലെയർ വെച്ച് നമ്മുടെ കേക്ക് ഒന്ന് ക്രം കോട്ട് ചെയ്ത് സെറ്റ് ചെയ്യാൻ വെച്ചു കേട്ടോ. ഒരു 5 മിനിറ്റ് ഒന്ന് ഫ്രിഡ്ജിൽ സെറ്റ് ആവട്ടെ. ഈ ഒരു ചൂടിൽ ഈ കേക്ക് ഫിനിഷ് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാട്ടോ. ഫുള്ളി ചോക്ലേറ്റ് കൊണ്ടുള്ള കേക്ക് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ചൂടിൽ ഈ ഗണാഷ് ഒന്ന് അലഞ്ഞു പോകുന്നുണ്ട്. അങ്ങനെ ഞാൻ ഈ ഗണാഷും അതുപോലെ തന്നെ കേക്കും ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേട്ടോ വീണ്ടും ഞാനെടുത്ത് ഫിനിഷ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. കേക്ക് ഞാൻ ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിനുശേഷം ഡെക്കറേഷന് വേണ്ടിയിട്ട് കുറച്ച് ഐറ്റംസ് ഉണ്ടാക്കണം കേട്ടോ. ഇതുപോലെ മിൽക്ക് അമൗണ്ടാണ് കേട്ടോ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. കുറച്ച് ചെറിയ അതിനകത്തിട്ട് അതൊന്ന് ഡിപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു ഷീറ്റിനകത്ത് കുറച്ച് ചോക്ലേറ്റ് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇവിടെ ഒരു M1 നോസിൽ വെച്ചിട്ട് ചോക്ലേറ്റ് ചേർത്ത ക്രീമാണ് കേട്ടോ. അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് മാത്രമേ ക്രീം എടുത്തിട്ടുള്ളൂ. അപ്പോൾ അത് ഇതുപോലെ ഒന്ന് റോസറ്റ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. ജസ്റ്റ് ഒന്ന് നൈഫ് വെച്ചിട്ടാണ് കേട്ടോ ഇതുപോലെ ചുരുട്ടി ഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് സൈഡിലും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കൊക്കോ പൗഡർ ആണ് കേട്ടോ ടെസ്റ്റ് ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ നേരത്തെ ഷീറ്റിൽ തയ്യാറാക്കിയിട്ടുള്ള ആ ചോക്ലേറ്റ് ആണ് കേട്ടോ കട്ട് ചെയ്ത് വെച്ച് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ചോക്ലേറ്റിൽ ഡിപ്പ് ചെയ്ത് ആ ചെറിയും കൂടെ റോസറ്റയുടെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ കേക്കിന് മുകളിൽ എഴുതാനായിട്ട് റൈറ്റിംഗ് കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് ക്രീമിൽ തന്നെയാണ് റൈറ്റിംഗ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. നമുക്ക് തന്ന പിക്ചർ ഏതാണ്ട് അതുപോലെയൊക്കെ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പിക്ചർ കൂടി ഞാൻ ഇതിനോട് ആഡ് ചെയ്യാവേ. അപ്പോൾ നിങ്ങൾ കണ്ടിട്ട് അഭിപ്രായം ഒന്ന് പറയണേ. ക്രീം ഒന്നും യൂസ് ചെയ്യാതെ ചെയ്ത കേക്ക് ആയതുകൊണ്ട് തന്നെ ചിലർക്കൊക്കെ ഡൗട്ട് കാണും ഈ കേക്കിന് 1 കിലോ എന്ന് പറഞ്ഞിട്ട് വെയിറ്റ് എത്ര ഉണ്ടാവുന്നു കേട്ടോ. അപ്പോൾ കേക്കിന് 405 ഗ്രാമാണ് കേട്ടോ വെയിറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാം കേട്ടോ.